പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്താ ഒരു പാട്ടിന്റെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ. പണിതിട്ടും പണിതിട്ടും പണി തീരുന്നില്ല. അതായത് നമ്മൾക്കൊരു പ്രത്യേക സവിശേഷ ഗുണവിശേഷം ഉണ്ട് എനിക്കും ചേട്ടനും. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് അവസാനം വരാൻ. അപ്പോൾ എന്തുണ്ടാവും? ഇരട്ടിപ്പണിയുടെ ഇരട്ടിപ്പണി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഈ മരം അന്നേ അറിയായിരുന്നു വണ്ണം വയ്ക്കണ മരമാണ് എന്നൊക്കെ അറിയായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മരത്തിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ കെട്ടിയതൊക്കെയും. പിന്നെ എന്തിട്ട് ചേട്ടാ ആണി അപ്പം ഇപ്പോൾ ഇതിവിടെയൊക്കെ പൊളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഇവിടെ കെട്ടി. ഇനി അതേപോലെ തന്നെയാണ് അവിടെ അങ്ങോട്ട് വാ കാണിച്ചു തരാം. അവിടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇപ്പൊ കമ്പോസ്റ്റിന്റെ ഇത് ഉണ്ടാക്കുന്നതാണല്ലോ. അതെ, അത് നമ്മൾ എന്താ മുന്നാലോചിക്കാഞ്ഞേ? അതിപ്പോ ആലോചിച്ചില്ലല്ലോ. ഇപ്പൊ ആലോചിച്ചൂലോ. അതല്ല, അത് നമ്മള് മറ്റേ വിജയകുമാരി ടീച്ചറെ വീട്ടിൽ പോയപ്പോഴല്ലേ കൊണ്ടരലായിട്ട് പുല്ല് നാശായി തുടങ്ങി. കണ്ട ഇവിടത്തേക്ക് അല്ലടി, അത് വിജയകുമാരി ടീച്ചറെ വീട്ടിൽ പോയപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. എന്ത് ഇങ്ങനത്തെ കമ്പോസ്റ്റിന്റെ? എനിക്ക് മുന്നേ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഭാഗം ഇങ്ങനെ എടുക്കല്ലേ, അപ്പൊ ഇതിനെ ഇവിടെ എന്തൊരു ചെയ്യണ്ടേ, ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിച്ചോടുന്നു. ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കണ, എവിടെയെങ്കിലും ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാണ്ട് ശരിയാവില്ല. ഓരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കും തോറും വേസ്റ്റുകൾ വരുന്നത് ഇടാൻ സ്ഥലമില്ലാണ്ടാവണേ. രണ്ട് കല്ലിയേക്ക് അപ്പുറം ഇനി അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് വെക്കി. ഇവിടെ കുറച്ച് മണ്ണിട്ടുണ്ട്, ഇവിടെ ചെടികൾ വെക്കാനൊക്കെ. അപ്പൊ എന്താ വെച്ചാലേ ഒരു കള്ളിയിൽ നമ്മൾ അടിച്ചു വര ചവറും പിന്നെ ഇവിടെ വാഴ വെട്ടണത് അങ്ങനത്തെ ജൈവ വേസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, പച്ചക്കറിയുടെ വേസ്റ്റുകൾ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒരെണ്ണത്തിലിടാം. അത് നിറയുമ്പോൾ പിന്നെ അതിൽ ഇടയ്ക്ക് ഓരോ കൊട്ട ചാണകവും കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൂടിയിട്ട് പിന്നെ മറ്റേതിൽ നിറയ്ക്കുക. നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് തുറന്നാൽ ഇത് നല്ല വളമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേറെ സെപ്പറേറ്റ് വളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മണ്ണിരകളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റ് ആയിട്ട് മാറും. മണ്ണിര കമ്പോസ്റ്റ്. അപ്പൊ പിന്നെ കുറെ ഈ ഉറുമ്പുകൾ കയറി കഴിഞ്ഞാൽ മണ്ണിരകളൊക്കെ തിന്നവര്. അപ്പൊ കണ്ട അത് ഇവിടെയൊക്കെ പുല്ല് വെച്ചതൊക്കെ പോയി. അതുപോലെ ചേട്ടൻ അവിടെ ചെടികൾ നട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പൂന്തോട്ടം ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആ പൂന്തോട്ടമൊക്കെ പോയി, അതൊക്കെ പറിച്ചു. പിന്നെ അപ്പം അങ്ങനെ നമ്മൾക്ക് പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും കാര്യമില്ല. പിന്നെയാണ് ഓരോരോ ഐഡിയ. ഇനി ഇത് ലാസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ പ്ലാനിങ് ഇല്ല എന്ന് പറയരുത്. അല്ല, പ്ലാനിങ് ഇല്ലെങ്കിലും നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചിട്ടില്ലേ, അതൊക്കെ നമുക്ക് നമ്മുടെ അനുയോജ്യമായ പ്ലാനിങ്ങിന് പറ്റിയതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കി അവിടെ ആ ഗ്യാപ്പ് നോക്കി കമ്പോസ്റ്റ് കുഴിക്ക് പറ്റി. കറക്റ്റ്. ഇപ്പൊ ഇവിടെ ഒരു സാധനം ചെയ്യാൻ ഇനി വേറെ പുറത്ത് എവിടെ നമുക്ക് വേസ്റ്റ് ഒന്നും ഇടണ്ട, ചവറൊന്നും കത്തിക്കണ്ട, എല്ലാം അതിലിടാം. പിന്നെ നമുക്ക് വളവും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ അതുപോലെ ഇനി ചെയ്യാൻ വിചാരിച്ചേക്കണം. എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിനെ ലവ് ബേർഡ്സിന്റെ കൂടാക്കാൻ. അത് പറയണം. അവിടെ തൊട്ടിട്ട് ഇവിടം വരെ ലവ് ബേർഡ്സിന്റെ കൂടാണ്, നല്ല വലിപ്പത്തില്. കാരണം ഇതെന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഈ പുല്ലൂടാണല്ലോ, പശുവിന്റെ തൊഴുത്താണല്ലോ, അപ്പൊ അവരുടെ തീറ്റിയാണ് കേട്ടത്. ഇത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറയാം, കുഴപ്പമില്ല. അപ്പൊ ഇവിടെ സരിതയുടെ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, എന്നിട്ട് എന്റെ ഐഡിയ ഇതാ. എന്റെ ഐഡിയ അല്ല, അരുൺ കോക്കല്ലേ പറഞ്ഞു. അരുൺ കോക്കിന്റെ ഐഡിയ. ഇവിടെ ലവ് ബേർഡ്സിന്റെ കൂട് ഇവിടെ ഉണ്ടാക്കാന്നുള്ള ചേട്ടന്റെ ഐഡിയ ആണ്. അപ്പോ ഈ ഭാഗം ഇവിടെ നിന്ന് അവിടെ വരെ തിണ്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലേ? ആ തിണ്ടുണ്ടായത്. അപ്പൊ ഇതിന്റെ ഉൾഭാഗം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തിട്ടത് ഇങ്ങനെ തന്നെ കിടക്കുമല്ലോ, അതെന്തിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇതിന്റെ ഈ തിണ്ടിന്റെ ഇവിടേക്ക് അങ്ങോട്ട് നെറ്റ് അടിച്ചിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും ലവ് ബേർഡ്സ്. അപ്പൊ ഈ തിണ്ടിന് നമുക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിങ്ങനെ കിടക്കും. അപ്പോഴാണ് നമ്മുടെ അരുൺ കോക്ക് മരം വെട്ടാന്ന് വന്നപ്പോൾ പറഞ്ഞു, ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് അവിടെ വരെ ഗ്ലാസ് ഇടുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് മീൻ വളർത്തിക്കൂടെന്ന് ചോദിച്ചു. മറ്റേ കോഴിക്കാർപ്പ്, പിന്നെ അതുപോലത്തെ മറ്റേ ഗോൾഡ് ഫിഷുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഇട്ടിട്ട് ലൈറ്റ് നല്ല രസമായിരിക്കും. വീഡിയോ എടുക്കുമ്പോ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതിന്റെ പ്ലാനിങ്ങിലാണ് ഇപ്പൊ ചില്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഇവിടെ ഉണ്ടായിരുന്ന ചുമര് തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞു. അതിൻ്റെയോട് കൂടിയിട്ട് തന്നെ ഈ കോഴിക്കോടിന്റെ ഈ ഇത് എന്താ പറയാ ഗ്രില്ലുണ്ടല്ലോ, അതൊക്കെ പെയിന്റ് അടിക്കും. ഇവിടെയൊക്കെ പെയിന്റ് അടിച്ച് ഇവിടെയൊക്കെ ചട്ടികള്, ഭംഗിയുള്ള പൂക്കളും
ഒക്കെയുള്ള ചട്ടികളൊക്കെ ഇവിടെ തൂക്കും. അതായത് മൊത്തത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഇതൊന്നും ചെയ്യാനില്ല. തടസ്സങ്ങളില്ല. അത് തടസ്സങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊക്കെ ചെയ്തിട്ടായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. ഇവിടെ കറണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അതിനെ ഇതിലേക്ക് ലൈറ്റ് കൊടുക്കാനും എളുപ്പമാണ് നമുക്ക്. അല്ല പ്രത്യേകമായിട്ട് അതിന് വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ ഒരാളുണ്ട്. ഇതില് ഉയരത്തില് ഒന്ന് ഇതുമായി ജോയിൻ ആളുടെ അടുത്ത് പറഞ്ഞോ പറയാം പോണല്ലോ മുമ്പ് പറഞ്ഞു. ചിലപ്പോ ഇത് കഴിഞ്ഞോടി അവർ നിർത്തി കഴിയും. ചേട്ടൻ ഒരു കാര്യം, ചേട്ടനാണ് നമ്മുടെ മെയിൻ ആള്. ചേട്ടന്റെ വീട് എവിടെയാ? നടത്തറ. തൃശ്ശൂർ ഭാഷയല്ലല്ലോ നമ്മളെ ഇതില് ഈ സാധനല്ലേ നമ്മുടെ വീട്ടിലേക്ക് തൃശ്ശൂരിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് അതിന് അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. ഒരു ദിവസം ചേട്ടന് തേങ്ങ കിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ലാന്ന്. അപ്പോൾ ഇവര് ഇനി വരും, വേറെ ദിവസം വരും. ഇപ്പോൾ ഒല്ലൂര് വശത്തേക്ക് വന്ന് ഇവിടെ നമ്മളെ തേടി പിടിച്ച് നമ്മുടെ ഫോൺ. ഒല്ലൂര് എവിടേക്ക് എന്താന്ന് ഇമിറ്റേഷൻ ഗോൾഡിന്റെ അല്ലേ? ഓ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ചായ കുടിക്കുന്നില്ല എന്ന് റോഡ് തിരിയുന്നവരെ എന്താണ് ഏതാണെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ആ കനാല് കണ്ടപ്പോഴാണ് പിന്നെ ഗേറ്റ് കണ്ടപ്പോ താമരശ്ശേരി വീടിന്റെ പട്ടി കുഴപ്പമില്ല. പിന്നെ ഒരാളവിടെ കണ്ടപ്പോ ലോറയാണ് അത് മേടിക്കുക. ഇവർക്ക് വിചാരിച്ചിട്ട് എന്ത് ഞാൻ ഈ വീഡിയോയിൽ കാണാനൊക്കെ ലോറൊക്കെ എന്നെ അറിയോ? അല്ല പേര് വിളിച്ചാ മതി. അപ്പൊ അവര് പരിചയമുള്ളവരാന്ന് വിചാരിച്ചിട്ടെ അവര് പിന്നെ കുരയ്ക്കൊന്നുമില്ല, വരില്ല. ആ പേര് വിളിച്ചാ മതി. കാമറയാണ് ആകെ കുറച്ച് തരുന്ന ഒരാള്. മുന്നേ പ്ലാൻ ചെയ്തിട്ട് വരാണെങ്കിലേ നമുക്ക് 3-4 വീഡിയോ ഒക്കെ എടുക്കാം. അപ്പൊ ഇവരുടെ പേരൊക്കെ ഒന്ന് പറയണ്ടേ? ഇവരുടെ പേരൊക്കെ പറയണ്ടേ? ഈ ചേച്ചി മായ. നമുക്ക് ഹാപ്പി വേൾഡ് അവർ ഹാപ്പി വേൾഡ് എന്നൊരു ചാനൽ ഉണ്ട് കേട്ടോ. ആ ചാനലിൽ അങ്ങനെ കമന്റ് ഇടാറുണ്ട്, വീഡിയോ കാണാറുണ്ട് 9 മണിയാകുമ്പോ. ഞാൻ ശ്രീലേഖ. എനിക്ക് ചായക്കൂട്ടെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഭയങ്കര കഴിവുകളാണ്. നെറ്റിപ്പട്ട ഉണ്ടാക്കും, പടം വരയ്ക്കും, പിന്നെ പാചകം ചെയ്യും. പാടും സരിതയുടെ പാട്ടൊക്കെ ഞാൻ പിന്നെയും പാടുന്നുണ്ട്. സരിതയുടെ പാട്ട് ഒരു ചാനലിൽ പാടിയല്ലോ. സരിത പാടിയ കോമളവദനത്തിൽ ചന്ദന കുറിയുമായി ഹേമന്ത പൗർണമി വിരുന്നു വന്നു. വൃശ്ചികരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം പിച്ചകപ്പൂ പന്തലൊരുക്കി. സരിത പറയില്ല എല്ലാ പാട്ടൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങനെ തന്നെയാ, ചിലത് മാത്രമേ പറ്റില്ല. അപ്പൊ സരിത പാടുന്ന പാട്ടൊക്കെ എനിക്കും പറ്റും. നമ്മളെ പറ്റാത്ത എന്തിനാ ചെയ്യാൻ? അതെ, പറ്റാത്ത പണിയിലേക്ക് ഞാൻ പോകാറുമില്ല. ഇവർക്കൊക്കെ ചിലപ്പോ വീഡിയോ കൂടെ ഒക്കെ പാടി കൊടുക്കും. മറ്റേ ചാനലൊക്കെ വരുമ്പോ അതിൽ പാടിയൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കും വെറുതെ. ഇത് ചേച്ചിയുടെ മകനും മരുമകളാണ്. ഇവര് അയർലൻഡിലാണ്. പിന്നെ ഇത് അനിയത്തിയാണ്, കെനിയയിലാണ്. അവിടെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണേ. മക്കള് 2 പേര് UK-ലാ. അപ്പൊ പോവുക. 2 ആൾ ഇവിടെ ഉണ്ട്. 2 ആൾ 2 ആഴ്ചക്കുള്ളിൽ പോവും. ഏറ്റുമുട്ടലല്ല അജുവ, കൂടെ നിക്കാം. ഏറ്റുമുട്ടലിന് പറയല്ലേ. അതെ അതെ അതെ, അജുവിന്റെ പറച്ചിൽ പിന്നെ നോക്കണ്ട. ഇവരെല്ലാവരും കൂടുമ്പോ വീട് മൊത്തം ലഹളമായിരിക്കും അല്ലേ? ഞങ്ങൾ ഇന്ന് എന്താന്നറിയ, ഇവളുടെ വീട്ടിൽ നിന്ന് ആകെ ബഹള. ഇവളുടെ ഭർത്താവുണ്ട് എന്റെ അനിയൻ, വായ തുറന്ന അജുവിനെക്കാട്ടും കഷ്ട. ചിരിച്ച് മഞ്ഞ നോക്കും നമ്മള്. ഇവിടെ വരുന്ന ഞങ്ങൾക്ക് ഉറപ്പില്ലല്ലോ, അത് കാരണം കൊണ്ട് ഇത് എടുത്താ. അത് കാരണം പിന്നെ ഞാൻ ഇവിടെ വരുന്ന ഉറപ്പില്ലാത്തതാണ് അവനെ നിർബന്ധിക്കാൻ ഞാൻ. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർ ഭാഷയുടെ അവസ്ഥ. അപ്പൊ ഇവര് രണ്ടുപേരും ഇനി ഇവർക്ക് നമ്പർ ഒന്നും അറിയാണ്ട് ഇവര് പക്ഷെ വഴിയൊക്കെ ഇവര് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒട്ടും തെറ്റിയില്ല എന്നുള്ളതാ. അത് സൈക്കിളിൽ പോയില്ലേ, ആ സൈക്കിള് പോണതൊക്കെ ഞാൻ എത്ര കറക്റ്റ് ആയിട്ട് കാണുന്നറിയാം. അപ്പൊ ആ അടയാളമൊക്കെ വെച്ചിട്ട് അങ്ങനെ എത്തിയതാ. അപ്പൊ ഇവര് ഇനി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ തന്നെ വരും. എന്നിട്ട്
ഇവരുടെ തന്നെ കുറെ റെസിപ്പികളുണ്ട്, അതൊക്കെ ചെയ്യും രണ്ടുപേരും കേട്ടാ. അപ്പൊ ഇവരുടെ കഴിവുകൾ നമുക്ക് കുറെ അങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇനി ഞങ്ങളൊന്ന് പുറമെ ഒന്ന് കറങ്ങി. കാരറ്റല് വേണം എന്റെ ഇവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനം. നമ്മളിങ്ങനെ ഓരോ പണികളും ചെയ്യുന്നതിനനുസരിച്ച് വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടിരിക്കും. ഇതിപ്പോ മുകളിലത്തെ ഡ്രസ് വർക്ക് കഴിഞ്ഞതിന്റെ കുറെ വേസ്റ്റ് അതാണ് ഇവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ കൊണ്ടുപോകണം. നമ്മുടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട്, തെങ്കാശിയിലുള്ളതാണ്. അമ്മയുള്ള ആ സമയത്തേ, പണ്ട് തറവാട്ടിലായ സമയത്ത് ആള് വരാറില്ലാണ്, ഇപ്പോൾ വരാറില്ല. അന്ന് നമ്മുടെ ഇവിടുത്തെ വീടുകളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ അന്ന്? അത്ര കൊല്ലം മുന്നേ അപ്പോൾ വന്നിട്ടുള്ളതാ. അപ്പൊ എന്താ വെച്ചില്ലേ, ആൾക്ക് പട്ടികളെ ഭയങ്കര പേടിയാ. ഒരു ദിവസം കടന്നപ്പോ 5-6 പേരുണ്ട്. അപ്പൊ വരുമ്പോ സൂക്ഷിച്ചോളൂട്ടാ. വന്നില്ല. അപ്പൊ ആള് വന്നിട്ടുള്ളത് ഒരു 2000-ന് നമ്മുടെ നിന്റെ കല്യാണമല്ല, നിന്റെയും കല്യാണം തന്നെ ആ സമയത്തിന് വന്നിട്ടുള്ളത്. ആ കല്യാണത്തിനൊക്കെ മുന്നാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പഴയ തറവാടുണ്ടായിരുന്ന ഓടിട്ട പേരുണ്ടായിരുന്ന ടൈമിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ കൊല്ലം എത്രയും അറിയോ? 10-23 കൊല്ലം മുമ്പാണ് വന്നിട്ടുള്ളത്. 32 നാട്ടിൽ 32 കൊല്ലായി. അപ്പൊ എന്താ വെച്ചാൽ ആള് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ഇരുമ്പുണ്ടെന്ന് പറഞ്ഞിട്ടാ. ഇരുമ്പ് നല്ല ചില സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോ ആള് 2 ചാക്കും പിടിച്ചിട്ട് വരാ. വെറുതെ 2 ചാക്കും പിടിച്ചത് കട. ആള് കൊടുന്ന ചാക്കാണ്. അപ്പൊ ചേട്ടന് അറിയില്ലേ ഇതൊക്കെ? അല്ല, എനിക്കറിയില്ല. ഞാൻ പടിയുടെ അവിടേക്ക് വരുമ്പോ വണ്ടി കൊണ്ടുവരേ ഈ ചാക്കും കൊണ്ടുവരാണ്ട് വന്നോണത്. ഈ ചാക്ക് കൊണ്ട് വന്നപ്പോ ആള് ഇവിടെ കണ്ട വന്നപ്പോ ഞെട്ടിപ്പോയി. കാരണം ഒരു മമ്മൂട്ടിയിലെ മറ്റേ സിനിമയില്ലേ, വലിയതാണെങ്കിൽ വച്ചിട്ട് പോകുള്ളൂ. കൂട്ടർ ഇവിടെ കൂട്ടർ വരെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കൂട്ടറ്, കേടായ കൂട്ടറ്, സൈക്കിള്, മോട്ടറ് എല്ലാതും മേടിക്കും. അത് ചാക്കിലാക്കണ്ടല്ലോ. അത് പുറത്ത് ലവ് സിംഗപ്പൂരിലത്തെ മമ്മൂട്ടിയിലെ മറ്റേ ആക്രി സ്ഥലം പോലെ അത്രയ്ക്ക് എതിയുണ്ട് ഇവിടെ. അപ്പൊ ഇനി ഇത് ഇവിടെ വെടുപ്പാക്കലുണ്ട്. ഇവിടെ വെടുപ്പാക്കിട്ട് ചെടികൾ വെക്കാൻ പോകണം കേട്ടോ. ഇവിടെ നമ്മള് കണക്കൂട്ടാണ്. ഇരുമ്പിനാ ഇത് 10 പിടിച്ചു പൊക്കണ്ട. ഇത് 10-50 കിലോ ഉണ്ട്. ഇല്ലേ? ഇതാ കല്ല് പോക്കണത്രല്ലോ. അതെ, സംശയം തീർത്തോ? 50 കിലോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പൊതിച്ചിട്ട് നോക്കിയത് 50 കിലോ ഒന്നും ഉണ്ടാവില്ല. അതായത് പാർട്ടി പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാട് കൂടിയിട്ട് നമുക്ക് 1000-1500 രൂപ സാധനമുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ത്രാസുണ്ട് നമ്മുടെ കയ്യിൽ. ആളതിൽ ത്രാസില്ല. അപ്പം ഞാൻ തൂക്കം നോക്കി കൊടുക്കാൻ തീരുമാനിച്ചു. ഒക്കെ കുഴപ്പമില്ല, ഞാൻ ഇപ്പം ശരിയാക്കി തരാം. പകലിൽ വേണ്ടെന്നേ, ഇരുമ്പ് മാത്രം കണക്കാക്കിയാൽ മതിന്നേ. ഇരുമ്പ് മാത്രം കണക്കാക്കിയാൽ മതി. ഇത് നമുക്ക് പൂജ്യത്തിലേക്ക് ആക്കാം. ഡാട്ടാ, ഇനി ഇത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും. നമുക്ക് പൂജ്യത്തിലേക്ക് ആക്കാം. 2 കിലോ ഉണ്ടല്ലോ. പൂജ്യമായിട്ടാ. ഇനി ഇരുമ്പ് മുഴുവൻ അതിലേക്ക് എടുത്തിട്ടോ. ഇത് എത്ര കിലോ ആയാലും പൂജ്യത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കൂട്ടില്ല. ചാക്കിലേക്ക് ഇട്ടല്ല. എങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആൾ ചാക്കിൽ ഇറക്കിനെ തൂക്കം നോക്കി കൊണ്ടുവന്ന് വിചാരിച്ചു. 18,750. ഞാൻ പറഞ്ഞില്ല 50 കിലോ. ഇത് ഇത്ര കാലം ഈ പണി ചെയ്തതല്ലേ. ഇത് 30 കിലോനാ പറയില്ല ഇപ്പം. 30 കിലോ കറക്റ്റായി. 30 കിലോ കഴിഞ്ഞാൽ പിന്നെ തൂക്കം കാണിക്കില്ല. കാരണം 30 കണക്കാക്കിയാൽ മതി. 30 കൂടുതലായിപ്പോൾ. ഇനി അവിടെ കുറേ ഇരുമ്പുണ്ട്. നമ്മളത് ഇവിടെ പൊളിഞ്ഞെടുക്കണില്ലേ, അവിടെ ഇടാനുള്ള കടപ്പിയും സാധനങ്ങൾ കൊണ്ടുവന്നോണം കേട്ടോ. ഇതുകൊണ്ട് ആകുമ്പോൾ 30 ആവും. ഇതുകൂടെ ആകുമ്പോൾ 30 കിടക്കും. കുഴപ്പമില്ല. അത് തൂക്കം നോക്കാൻ പറ്റില്ല. അത് 28,800. അപ്പോൾ 30 ആവും. അങ്ങോട്ട് തന്നെ ഇട്ടോ. 30 കിലോ വെച്ചാ അപ്പുറത്ത് തന്നെ വെച്ചാ മോളിൽ കയറ്റി വെക്കും. ചിലപ്പോ അവിടെ വെച്ചോ. 60 കിലോ എഴുതി വെച്ചാൽ 60 കിലോ 2 ചാക്ക്. മോളിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം.
16 60 കിലോ ഇരുമ്പ്, 16 കിലോ തകിട്. $21 കിലോ കറക്റ്റ്. 21,100. അല്ല 5 കിലോ വയ്ക്കും മോനെ, 25 കണക്കായിക്കോട്ടെ. അപ്പൊ ഈ 4 കിലോ കുറയ്ക്കണല്ലോ. വേണ്ട, ആള് 4 കിലോ കുറച്ചാണ്. ആൾക്ക് സംശയം പാടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് സംശയമില്ല, വെച്ചോ. വേണ്ട, ഇനിയിപ്പോ വേണ്ട, 4 കിലോ കുറച്ചാ പോരെ. 24,400 അതിന്റെ. അപ്പൊ 4 കിലോ കുറച്ച്, അപ്പൊ 20 കിലോ. അങ്ങനെ ഒരു കണക്ക്. അപ്പൊ കണക്കായില്ലേ, ആൾക്ക് പേടി. മാർക്ക് ഞാൻ എടുത്ത് വയ്ക്കാം. നേരത്തെ 16 കിലോ, 16 ഇതോ ഉന്തു വണ്ടിയില കൊണ്ടുപോവാ. 22,700. അപ്പോൾ 4 കിലോ കുറയ്ക്കണം. അപ്പോൾ 18 കിലോ. 18 കിലോ കാട്ടെ. ഒരു 18 കിലോ കൊണ്ട് എഴുതി തകിട്. 13 കിലോ എഴുത്. തകിട് എടുത്ത് വെച്ചൂടാ. തകിട് തകിട് നമ്മുടെ അവിടുത്തെ കടപ്പിടുന്നതിൻ്റെ ഇതേ കടപ്പിടുന്ന കേട്ടവര്, ഇത് കനം കൂടിയ കടപ്പിയാണ്. നമ്മുടെ മുന്നിട്ടത് വെറും 40-ൻ്റെ ആയിരുന്നു. 40 ഇല്ല ഇത് 50 മീതിൻ്റെ ഇല്ലേ. കണ്ട നോക്കിയിട്ട് കനം നോക്കിയേ ഇതിൻ്റെ കനം കണ്ട, ഇത്രയ്ക്ക് കനാണ്. നമ്മുടെ നോക്കിയ ഈ പേരിലെൻ്റെ ഇത്രയ്ക്ക് കനുണ്ട്. അത്രയും സ്ട്രോങ്ങാ. അത് സമയം ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടാ. ഇത് ഇട്ടുന്നവർ ഭയങ്കര ലോടാ. അപ്പം നല്ല കടപ്പിടുമ്പോൾ നിങ്ങൾ ഇടുന്നവരോട് ചോദിക്കണം എത്ര MM എന്നല്ല പറയാ, എത്ര MM എന്ന് ചോദിക്കണം. അപ്പോൾ അവർ ഇടട്ടെ. ഇവിടെ നാടക റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ കാണിച്ചു തരാം. ഇവനല്ലാട്ടാ. ഒരു മിനിറ്റ്. പല്ല് പോയതാണ് രാജേട്ടന് ഭംഗി. അതിന് പല്ല് പോയതൊന്നും കാണില്ല. നിങ്ങളുടെ മീശ കവർ ചെയ്തിട്ടാ നിക്കണേ. വായും കാണാനില്ല, ഒറ്റ പല്ലും കാണാനില്ല. കഥ പറയാണോ? നാടകത്തിന്റെ അതേ പറയണേ സിനിമ. ഇത് നമ്മുടെ ഓസ്ലറിലത്തെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത ഒരാളാണ് കേട്ടാ രാജേട്ടൻ. അതിപ്പോ രാജേട്ടനല്ല അറിയുള്ളൂ എന്തുകൊണ്ട് ചെയ്തേക്കണേ. രാജേട്ടൻ കാൽകാര്യം ചെയ്യുന്ന നാട്ടുകാരെ പിടിച്ച് ഇനി കൈകാര്യം ചെയ്യണം. പിന്നെ കൊഴപ്പില്ല സിനിമ, കൊഴപ്പില്ല. അങ്ങനെ മറ്റൊന്ന് നോക്കിയാലേ ആദ്യത്തെ എനിക്ക് ആ സ്ട്രക്ചർ കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് ലൈൻ കിട്ടിയാൽ ഇപ്പൊ ഡയലോഗ് വേണ്ട, മറ്റോ ഓർത്ത് വെച്ചിട്ട് ലൈൻ കിട്ടിയാലേ. മാനേജർ പറഞ്ഞ ചെറ്റ മാനേജർ പറഞ്ഞു ചെറ്റ വേണ്ട. തൃശ്ശൂർ നമ്മുടെ സംഗീത നാടക അക്കാദമിയിൽ ഇറ്റ്ഫോക്ക് നടക്കുകയാണ്. ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും രംഗചേതനയുടെ സൺഡേ തിയേറ്ററും നാടകങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതൊന്നും അവിടെ റിഹേഴ്സൽ ചെയ്യാൻ ഒന്നിനും സൗകര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ വീടിൻ്റെ മുകളിലാണ് റിഹേഴ്സൽ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട് എന്തായാലും ഡ്രസ് വർക്കൊക്കെ ചെയ്ത് വലിയൊരു ഉപകാരമായി. ശരിക്കും അതൊരു പ്രയോജനത്തിലേക്ക് വന്നു. ശരിക്കും ഡ്രസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ ഗുണങ്ങളുണ്ട്. വീടിന് പ്രൊട്ടക്ഷൻ എന്നതിലുപരി നമുക്ക് വേറെ കുറേ ഗുണങ്ങളുണ്ടായി. റിഹേഴ്സലിന് വേണ്ടി വരുന്ന വലിയ വലിയ കലാകാരന്മാരാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ രാജേട്ടൻ, അപ്പോൾ ഓസ്ലർ സിനിമ ഇറങ്ങിയത് ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ ജോസഫ് ഉണ്ട്, രാജേട്ടൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിലത്തെ ജോസഫിനെ നമുക്ക് കാണാം. ജോസഫ് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. നമ്മൾ മുൻപ് ചേട്ടനൊരു രംഗോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരാഴ്ച നീളുന്നൊരു നാടക ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു.
അപ്പം അതിലത്തെ ക്രോസ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നാടകം ഒരെണ്ണം സംവിധാനം ചെയ്തിട്ടുണ്ട് NN പിള്ളയുടെ. അപ്പം അതിൽ നായകൻ ജോസഫ് ആയിരുന്നു. അപ്പം ആ ജോസഫ് ഇന്ന് ഓസ്ലറിൽ അന്ന് വന്ന പോലെ അല്ല ജോസഫ് ഇപ്പോൾ. അപ്പോൾ ജോസഫ് ഓസ്ലർ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ജോസഫിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഒരു കഥാപാത്രമാണ് അതിലത്തെ. നമുക്ക് എന്താ പറയുക, സൈജു ഗ്രൂപ്പിൻ്റെ ചെറുപ്പാണ് അഭിനയിക്കുന്നത്. ആ ചെറുപ്പകാലം പൂമാനമേ പാടിയത് അപ്പൊ ആ ആളാണ് ഇയാള് കേട്ടാ. അന്ന് പക്ഷെ ഒന്നുകൂടി നീ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വേണ്ടിട്ട് ഒരു 5-6 കിലോ കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞവര്. കാരണം ആ ഒരു ഏജ് 10ാം ക്ലാസ് +1 നല്ല പ്രായം പ്രായം പറയണ വേണ്ടല്ലേ. അതായത് നമ്മുടെ ക്രോസ് ബെൽറ്റ് എന്ന് പറഞ്ഞ നാടകം ഒരു 1.25 മണിക്കൂർ നേരമുള്ള ഒരു നാടകമായിരുന്നു. അതിൽ ഞാൻ കുറച്ച് പേരെ മുന്നേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നായകനായിട്ട് അഭിനയിക്കാൻ. രാജശേഖരൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ജോസഫ് അതിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം രാജ 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 എന്ന് മാത്രം തുടക്കം തൊട്ട് അവസാനം വരെ. അത് നായകനായിട്ട് അഭിനയിക്കാൻ നമുക്ക് പറ്റിയ ഒരാൾ, അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്യാരക്ടർ. അപ്പൊ ഒരു നല്ല ഒരു ആളാവണം. ആരെങ്കിലും ചെയ്താൽ ശരിയാവില്ല. അപ്പൊ നമ്മളത് ഇന്ന ആള് ചെയ്താൽ നന്നാവും എന്നിട്ട് ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ല ഉഷാറിൽ സ്ക്രിപ്റ്റ് വാങ്ങിക്കും നമ്മുടെ പിറ്റേ ദിവസം ഇതില് മുഴുവൻ രാജരാജ ഒരു 1.25 മണിക്കൂറിലെ നാടകത്തിൽ മൊത്തം ഇദ്ദേഹത്തിന്റെയാണ് ഡയലോഗുകൾ മുഴുവൻ വരണേ. ഇടയിൽ കുറെ ക്യാരക്ടേഴ്സ് വന്നു പോണ്ടെങ്കിലും സീനില്ല അതില്. അപ്പൊ എല്ലാവരും അതിന്ന് ഒഴിഞ്ഞു. അങ്ങനെ ചേട്ടൻ 2-3 കൊല്ലായി നാടകം കയ്യിൽ പിടിച്ച് നടക്കണം ചെയ്യാൻ വേണ്ടിട്ട്. അവസാനം ജോസഫ് ധൈര്യമായിട്ട് അങ്ങനെ വന്നു. ജോസഫ് ചറ പറയാൻ തന്നെ ഡയലോഗ് പഠിക്കലും കഴിഞ്ഞു. അതുകൊണ്ട് ആ നാടകം നടന്നു. ജോസഫ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അതെ, ഇപ്പൊ റിഹേഴ്സലിനായാലും ജോസഫ് എത്തി. ബാക്കി ആരും എത്തിയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും ജോസഫ് എത്തി. എല്ലാ ക്രോസ് ബെൽറ്റിനായാലും വേറെ ഏത് നാടകങ്ങളും കുറെ നാടകങ്ങൾ അഭിനയിച്ചു. അല്ലേ? ഇവിടെ എത്ര നാളെ വന്നിട്ട് സൺഡേ തിയേറ്ററിൽ ഞാൻ 12ാം ബാച്ച്, അതായത് 2015 15 അജുവേട്ടന്റെ കഴിഞ്ഞിട്ടുള്ള ബാച്ച്. ജൂനിയർ ആയിട്ട് വരും. അജുവേട്ടൻ ജൂനിയർ ആയിട്ട് വരും. എന്നിട്ട് ഓസ്ലറില് വല്ല അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ പറയും. മമ്മൂക്ക, അതായത് ഓസ്ലറിലെ ഏറ്റവും നമുക്ക് എന്താ പറയുക ഇമോഷണലും സന്തോഷം എല്ലാം കൂടി ഉണ്ടായ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ പ്രസ് കോൺഫറൻസിനായിരുന്നു. അപ്പൊ അന്ന് ജയറാമേട്ടൻ, മമ്മൂക്ക എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മള് ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ വല്ലാത്തൊരു കാര്യം. ഇത്രയും മീഡിയ ഒക്കെ നമ്മുടെ ഫ്രണ്ടില്, അതിന് മുമ്പിൽ 2 പേര് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ജയറാമേട്ടൻ, പിന്നെ ഡയറക്ടറും മിഥുൻ മാനേജർ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന പോലില്ല നമ്മള്. ആ സമയത്താണ് അപ്പോൾ മിഥുൻ സാറ് നേരെ മമ്മൂക്കയ്ക്ക് മൈക്ക് കൊടുത്ത് പറഞ്ഞു, നീ ചോദ്യങ്ങൾ മമ്മൂക്കയോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്ക എടുത്ത് വഴിക്ക് പറഞ്ഞു, പിള്ളേർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് എന്താ എന്നിട്ട് ആദ്യം മൈക്ക് കിട്ടിയത് എനിക്ക്. അപ്പോൾ കിട്ടിയ വഴിക്ക് മമ്മൂക്ക പറഞ്ഞു, നീ എണീറ്റ് നിന്ന് സംസാരിക്കും, എല്ലാവരും തന്നെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മറക്കാൻ പറ്റാത്തൊരു, ഞങ്ങൾ 5 പേരുടെയും കിളി പോയി വന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറയാനായിട്ട് വാക്കുകളില്ല. അല്ല ഇവര് അത് മമ്മൂക്ക പഠിക്കണം, ജയറാം പ്രത്യേകിക്കണം, ജോസഫ് ഇവിടെ നിന്നിട്ട് സംസാരിക്കണം. ജോസഫ് സംസാരിച്ചു കൊണ്ടിരിക്കണേ മമ്മൂക്ക ജയറാമിന്റെ ഫ്രണ്ട്. ജോസഫ് എന്ന് പറയുന്ന കുട്ടി നമ്മുടെ അജുവിന്റെ ക്രോസ് ബെൽറ്റ് നായകനായിട്ട് അത് ചേട്ടനെ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത്. അങ്ങനെ പറഞ്ഞു. എന്തായാലും നമ്മുടെ ഇവിടേക്ക് വരുന്നവരൊക്കെ പ്രഗത്ഭന്മാരാണ് കേട്ടോ. രാജേട്ടൻ ഗംഭീരമാണ്. ഇവൻ പുതുതലമുറയിലെ ഒരു താരമായി ഉയരാൻ പോവാണ്. ഇവർ രണ്ടുപേരും ഓൾറെഡി പ്രഗത്ഭരാണല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും വന്നപ്പോ നിങ്ങളിങ്ങനെ ഇന്നാള് നമ്മളൊരു ഒരു എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂമാനമേ പാട്ടുപാടി പാട്ട് പ്ലേ ചെയ്താൽ ഞാൻ ലിപ്പ് കൊടുക്കാം. അത് വേണ്ട, ഞാനൊരു വീഡിയോയിൽ അത് പാടിയതാ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫിനെ നമുക്ക് കൊണ്ടുപോയിട്ട് ആ പാട്ട് പഠിപ്പിക്കാമെന്ന്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസഫ് പാടിയുള്ള വില പോകണ്ടല്ലോ. മിമിക്രി ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. പെട്ടെന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ MS ധോണിയുടെ ശബ്ദം എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കും. കാരണം അത് എത്ര പേർക്ക് മലയാളികൾക്ക് സുപരിചിതമാണെന്ന് എനിക്ക് അത്ര അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ ക്രിക്കറ്റിൽ അറിയുന്നവർക്കാണ് അറിയോ. Well, luck and all that, when we talk about luck, we know always we start from a flip of a coin, but other than that we have to work really hard to win the match for the country. So we have to really play well to win the tournament. Other than that, we have to be really at our point to really win the matches for the country.
അങ്ങനെ ധോണിയുടെ ശബ്ദം അറിയുന്നവർക്ക് ധോണി ശബ്ദം അറിയുന്നവർക്ക് അത് അവർ കമന്റ് ചെയ്യാം അല്ലേ? പിന്നെന്തൊക്കെയാണ് ഇത് ഈ ഹോസ്റ്റലിലെ വിശേഷങ്ങള്? അല്ല, ഹോസ്റ്റലറിൽ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്താന്ന് വെച്ചാല് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ ഒരു ട്രോള് ഞാൻ കണ്ടു. അതായത് ഒരാളിങ്ങനെ കമന്റ് ചെയ്തേക്ക, ഈ ചെക്കൻ പാടി വെറുപ്പിച്ചിട്ടുണ്ട്, വെറുതെ അല്ലേ അവന്റെ ശബ്ദം കട്ടിയത്. നിന്നെ കാണിക്കുമ്പോഴൊക്കെ പാട്ടാണല്ലോ അല്ലേ? വീട്ടിലിരിക്കുമ്പോഴും പാട്ട്, സ്കൂളിലിരിക്കുമ്പോഴും പാട്ട്, വെറുതെ നടക്കുമ്പോഴും പാട്ട്. അപ്പൊ ഇവനിനി വളരെ അനുവദിച്ചു. സൂര്യക്കേടായി പാടി പാടി സൂര്യക്കേടായി, വെറുതെ അല്ലേ അവന്റെ ശബ്ദം കട്ടിയതെന്ന് പറഞ്ഞു. വല്ലപ്പോഴും പൂമാനമേ എന്ന് പറഞ്ഞ പാട്ട് വീട്ടിൽ തന്നെ പാടാൻ എങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാ? ഞാൻ ഈ പാട്ട് എന്താ വെച്ചാൽ ഒരു ഇന്റർവ്യൂവിൽ പാടേണ്ട വന്നു. എങ്ങനെയാന്ന് വെച്ചാല് അത് പാടാൻ വേണ്ടി പാടിയതല്ല, അവര് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വരികള് പറയാൻ പറഞ്ഞു. വരികൾ പറയാൻ അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കട്ടിയണേയും കട്ടിയോ ഞാൻ പാടാൻ പോകുന്നു പറഞ്ഞു. അപ്പൊ അവരെല്ലാരും പറഞ്ഞു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തല്ലോ, നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് പാടിയത് അത്രേ ഉള്ളൂ. ഡയലോഗുകൾ ഉണ്ടായിരുന്നില്ലേ നിനക്ക്? ഒരു ഡയലോഗ് ഇതിലൊരു മൂവിലൊരു 1-2 ഡയലോഗ് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഒരു ഡയലോഗ് കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ സോങ്ങിലേക്ക് അത് ട്രിമ്മായി ഇതാക്കി. അപ്പൊ പിന്നെ ഈ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് മെയിനായിട്ട് സോങ്ങും പിന്നെ അങ്ങനത്തെ നീ ഇവിടെ റിഹേഴ്സൽ നടക്കുമ്പോഴായിരുന്നു അതിന്റെ ഡബിങ്ങിനൊക്കെ പോകണ്ടായിരുന്നു. അതെ 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 അത് പറഞ്ഞു. അതിന്റെ ഡബിങ്ങും പരിപാടികൾ അതിനിടയിലായിരുന്നു. ഇവര് പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുക നമ്മുടെ ഭാഗം മാത്രമല്ലേ തരുന്നുണ്ടാവുന്നുള്ളൂ. പക്ഷെ ഇവര് ആദ്യം തന്നെ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായി. അപ്പൊ നമുക്ക് ഫുൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു അവർ പറഞ്ഞു നിങ്ങൾ ഇതിന്റെ ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതെന്താണ് കഥ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായി. അപ്പോഴാണ് അപ്പൊ ഈ ക്യാരക്ടറാണല്ലോ പ്രതികാരം ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരിക്കും അങ്ങനെ. ഇപ്പൊ രാജേട്ടന്റെ നാടകത്തിലാണ് ഞാൻ ഈ സീനിയർ ഇതിലേക്ക് നാടകത്തിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. ഈ ഒറ്റക്കൊമ്പി ഇരട്ടത്തൂക്ക് എന്ന് പറഞ്ഞ നാടകത്തില് ഒരു വില്ലനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് നാടകമായിട്ട്. രാജേട്ടൻ സിനിമയില് നന്നായി ഇതായി. ജോസഫ് രാജേട്ടനും ഹോസ്റ്റലറിൽ ഉണ്ട്, നല്ല വേഷമാണ്. 2 കാലഘട്ടത്തിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വില്ലന്മാരിൽ ഒരാളായിട്ട് രാജേട്ടൻ അഭിനയിച്ചാണ്. പിന്നെ വെച്ചാല് ഇവര് ഭയങ്കര വേറെ കാര്യം കൂടി ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഈ ഡയറക്ഷൻ ടീമാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ സോങ്ങിൻ്റെ ഒക്കെ വരുമ്പോൾ ലിപ്പ് അത് കറക്റ്റ് വരണല്ലോ. അപ്പോൾ നമ്മൾ ടെൻഷൻ ആവാനുള്ള സാധ്യതകൾ കുറേയുള്ള ഏരിയകൾ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. പക്ഷെ അവരൊന്നും അങ്ങനെ നമ്മളെ ഇതാക്കാതെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് രാജുവേട്ടനൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവര് നമ്മളെ പൂർണ്ണമായിട്ടും ആ സ്വാതന്ത്ര്യം തന്നിട്ട് അങ്ങനെ ഒരു പൂർണ്ണമായിട്ട് ഒരു ഫ്രീഡം തന്നിട്ടാണ് അവര് അതിൽ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആൾക്കാർക്ക് ഒരു നല്ല അഭിപ്രായം വന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീട്ടിലേക്ക് വലിയ വലിയ താരണ്ട് എത്തി തുടങ്ങി. ഈ നാടകത്തിലെ പ്രധാന നായിക, ഈ നാടകത്തിൽ ഇപ്പൊ ജോസഫിനെ കണ്ടല്ലോ, നാടകത്തിൽ അഭിനയിക്കാൻ ഇതിലത്തെ പ്രധാന നായികയാണ് നമ്മുടെ ജയന്തി ചേച്ചി, ഞങ്ങളുടെ സ്വന്തം ജയന്തി ചേച്ചി. ജയന്തി ചേച്ചിന്റെ ഇപ്പൊ നമ്മളുടെ മറ്റേ ടൂറ് പോയി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് പ്രേമേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്. പ്രേമേട്ടന്റെ ഭാര്യ അല്ലേട്ടാ. അപ്പൊ ജയന്തി ചേച്ചി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? കോപ്പറേറ്റീവ് ബാങ്കിൽ മാനേജറാണ് കേട്ടോ ജയന്തി ചേച്ചി. മാടപ്രാവിന്റെ മനസ്സുള്ള ഞങ്ങളുടെ ചേച്ചി വന്നാലാ അവിടെ ഒരു അനക്കുള്ളോ. ഇതാണ് ശ്രീരാമും ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യണേ, കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ. ശ്രീരാമിന്റെ ഭാര്യയാണ് രേഷ്മ. അന്ന് ഡാൻസ് കളിച്ചു തുടങ്ങില്ലേ, രേഷ്മ ഡാൻസ് സ്കൂൾ അടുത്താണ്. അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ ടൂറ് പോയാലും ആരും പരിചയപ്പെടുത്തിയില്ല. ചിലപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല ഇത് ആരൊക്കെയാണ്. ചിലവർക്ക് അറിയായിരിക്കും, നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇവരൊക്കെ ഇന്ന് ഈ നാടകത്തിൽ ഞങ്ങളില്ല കേട്ടാ. പ്രശാന്ത് നാരായൺ എന്ന അനുഗ്രഹീത കലാകാരൻ സംവിധാനം ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന നാടകമാണ് ഇവിടെ മുകളിൽ റിഹേഴ്സൽ നടക്കുന്നത്. അതിലത്തെ പ്രധാനപ്പെട്ട തുടക്കം തൊട്ട് അവസാനം വരയ്ക്കുന്നുണ്ട് എല്ലാവരും അല്ലെ. കേറി വരുന്നവര് പിന്നെ പൂലല്ലോ, അങ്ങനത്തെ പ്രത്യേകത നാടകമാണ് എക്സ് എന്ന് കേൾക്കുമ്പോ നമുക്ക് ദുരൂഹത തോന്നും. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെ ആണല്ലോ നമ്മള് എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ പക്ഷെ നാടകം അങ്ങനെ ഭയങ്കര ദുരൂഹമൊന്നല്ല, ഫുൾ കോമഡിയിൽ പോകുന്ന ഒരു ആക്ഷേപഹാസ്യ നാടകം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ അതിൽ തുടക്കം തൊട്ട് അവസാനമുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് ശ്രീരാമ. ശ്രീരാമ മരിച്ചെടുക്കാണ്. മരണാഭിനയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഫുൾ ടൈം മരിച്ചെടുക്കും. അതായത് വെറുതെ ഏറ്റവും ബുദ്ധിമുട്ട് ഇങ്ങനെ മരിച്ചെടുക്കാനാണ്. കാരണം ഒരു കൊതുക് കടിക്കില്ല, അല്ലെങ്കിൽ വല്ലൊരു അനക്ക, അല്ലെങ്കിൽ മൂക്ക് ചൊറിയാൻ, അല്ലെങ്കിൽ ചൊറിയാൻ എന്തെങ്കിലും
കുഴപ്പമൊന്നും പെട്ടില്ലേ ഇതൊക്കെ സംഭവിക്കാൻ പാടില്ല. അക്കാദമിയിൽ മഴവെള്ളം തലയിലേക്ക് വീണായിരുന്നു ചോർന്നിട്ട്. ബ്ലാക്ക് ബോക്സിൽ നടക്കുമ്പോ മഴ പെയ്തിട്ട് ചോർന്നിട്ട് മുഖത്തേക്ക് തന്നെ വെള്ളം വീഴ. പക്ഷെ അനങ്ങാണ്ട് കിടക്കേണ്ടി വന്നു. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇവർ രണ്ടാളും നമ്മുടെ അധോലോകത്തിലുണ്ട് കേട്ടാ. നാടകക്കാരെല്ലാവരും അതിലില്ല. കുറച്ച് പേരുടെ ഒരു ഗ്രൂപ്പാണ് അധോലോകം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ്. നമ്മളാണ് ടൂർ പോയാലുള്ളൂ. അപ്പോൾ അതും ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. സന്തോഷിക്കാനൊരിടം. അതെ. അധോലോകത്തിനെ കുറിച്ചിട്ട് എന്നിട്ട് പറയാനുള്ളേ ഭയങ്കര നമ്മുടെ പ്രഷർ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്ന നമ്മളെ ഇനി എന്നോ കൂടുക ഇനി എന്നോ കൂടുക ഇനി എന്നോ കൂടുക എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരിടം. അതന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായ ഒരിടം. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തിരിച്ചു വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ട് വീടെത്താറാവും തോറും ജയന്തേച്ചി അപ്പൊ ജയന്തേച്ചിനെ വിഷമിപ്പിച്ചിട്ട് നമുക്ക് പോണ്ട, വണ്ടി വിടറ തിരിച്ച് പാലക്കാട്ടേക്ക് തന്നെ ആരൊക്കെ പറയണ്ടായിരുന്നു വണ്ടിയിൽ. അങ്ങനെ അല്ലേ ഒരു യാത്രക്കായി ഒരു ചേരലിനെ കാത്തിരിക്കണം. ഒത്തുചേരലിനെ. അതന്നെ. നല്ലൊരു വാഴ കാണാണ്ട് രണ്ട് സെക്കൻഡ് വെക്കുള്ള കൂടി വീടോ. എക്സ്ക്യൂസ് മീ വിലാസിനി. വേലിപ്പുറത്ത് ചൊക്കലിംഗ മകൻ സതീഷ് ഞാനേ ഈ ബാങ്കിൽ നിന്നാണ്